അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന പണ്ഡിതൻ ഇന്ത്യയിലെ തബ്ലീഗുകാരുടെ ദൈവബന്ദികളുടെ കൺകണ്ട ദൈവമാണ്. അവരുടെ ആധ്യാത്മിക ആചാര്യനാണ്. മക്കയിലെയും മദീനയിലെയും പ്രഗത്ഭരായ 33ഓളം വരുന്ന പണ്ഡിതന്മാർ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ 268ഓളം വരുന്ന പ്രഗത്ഭമതികളായ പണ്ഡിത ഗുരുക്കന്മാർ അൺഇക്വോക്കലി ഐക്യകണ്ഠേനെ ഏകകണ്ഠമായി അവർ പറഞ്ഞു, അഷ്റഫ് അലി താനവി മതഭ്രഷ്ടനാണ്, അദ്ദേഹം മതപരിത്യാഗിയാണ്, അദ്ദേഹത്തിൽ നിന്ന് ഇസ്ലാമിക തത്വസംഹിതകൾക്ക് വിരുദ്ധമായ പലതും വരമൊഴിയായും വാമൊഴിയായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുർത്തദ്ദാണ് എന്ന് അവർ ഏകസ്വരത്തിൽ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ഹുസ്സാമുൽ ഹറമൈൻ എന്ന് പറയുന്ന ഗ്രന്ഥരൂപത്തിലുള്ള ഫത്വയുടെ ക്രോഡീകരണം നമുക്ക് ആ പുസ്തകത്തിൽ കാണാം. ആ ഹുസ്സാമുൽ ഹറമൈൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും ഫത്വ നമുക്കിന്ന് ലഭ്യവുമാണ്. മഹാനായ അഹമ്മദ് റസാഖാൻ ബറേൽവി റഹിമഹുല്ലയാണ് ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അഷ്റഫ് അലി താനവിയുടേതടക്കം നിരവധി ദൈവബന്ദി തബ്ലീഗ് പണ്ഡിതന്മാരുടെ മതവിരുദ്ധ നിലപാടുകളെ ലോകത്തിന് തുറന്നു കാണിച്ച പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ് അഹമ്മദ് റസാഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു. എന്നാൽ ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് അഷ്റഫ് അലി താനവിയെ വെള്ളപൂശാനുള്ള, അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിത്വമാണ് അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം പണ്ടുകാലത്ത് സുന്നിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു തബ്ലീഗ് ദൈവബന്ദി സഹയാത്രികനായിട്ട് ആണ് കണ്ടുവരുന്നത്. അവരുടെ വക്താവായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം പലതും ഇപ്പോൾ ദൈവബന്ദി ഉലമാവിൻ്റെ കിതാബുകളിൽ ബറേൽവികളെക്കാളും നല്ല നിലക്ക് തസൗഫിൻ്റെ വിഷയത്തിൽ ബറേൽവികൾ അവിടെ കിടക്കുന്നു, ദൈവബന്ദികൾ അവിടെ കിടക്കുന്നു. അഹമ്മദ് റല്ലാഖ, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഞാൻ വിവാദമാക്കാൻ വേണ്ടിയിട്ടല്ല. അഹമ്മദ് റല്ലാഖ വലിയ സൂഫി തസൗഫിൻ്റെ ആളെന്നാണ് പറയുന്നത്, ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന ദൈവബന്ദി പണ്ഡിതൻ എഴുതിയ തസൗഫിൻ്റെ കിതാബിൻ്റെ ഒരു 5-1 ഒരു 10 അഹമ്മദ് റല്ലാഖാൻ എഴുതിയിട്ടുണ്ട്. തസൗഫിൽ അഹമ്മദ് റല്ലാഖാൻ ഹനഫി ഫിഖ്ഹിൽ വലിയ പണ്ഡിതനാണ്, യാതൊരു സംശയമില്ല. ഹനഫി ഫിഖ്ഹിൽ ബഹറാണ്, അത് ദൈവബന്ദികൾ തന്നെ സമ്മതിക്കും. ദൈവബന്ദി യൂണിവേഴ്സിറ്റിയിൽ അഹമ്മദ് റല്ലാഖാന്റെ ഫത്താവ റളവിയയുടെ 30 വാള്യവും ലൈബ്രറിയിലുണ്ട് എന്നാണ് ഞാൻ കേട്ടത്, കണ്ടിട്ടില്ല. നുസ്ഹത്തുൽ ഖവാത്തിറിൽ അബുൽ ഹസൻ നദ്വിയുടെ പിതാവ് പിന്നെ ബറേൽവിയെക്കുറിച്ച്, അഹമ്മദ് റല്ലാഖാൻ ബറേൽവിയെക്കുറിച്ച് കാന മുത്തബഹിറൻ ഫിൽ ഉലൂമിൽ ഫിഖ്ഹിയ്യ, ഫിഖ്ഹിൽ മൂപ്പര് സമുദ്ര സമാനനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ തസൗഫ് എന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ വിവാദത്തിന്റെ മർമ്മം അവിടെയാണല്ലോ. ഈ ഇൽമു തസൗഫിൽ അഹമ്മദ് റല്ലാഖാൻ ബറേൽവിയുടെ ഗ്രന്ഥങ്ങൾ അവിടെ, ദൈവബന്ദി ഉലമാവിന്റെ ഗ്രന്ഥങ്ങൾ അവിടെ. നിങ്ങൾ പഠനത്തിന്റെ വെളിച്ചത്തിൽ പറയും. ദൈവബന്ദി ഉലമാവിന്റെ കിതാബുകളിൽ ഇസ്തിഗാസ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്തിഗാസ റസൂലുള്ളാഹിനെ വിളിക്കുന്ന, നേർക്ക് നേരെ വിളിച്ചിട്ട് സംസാരിക്കുന്ന, സംബോധനം ചെയ്യുന്ന പദ്യരൂപത്തിലുള്ള ഇസ്തിഗാസ ഷെയ്ഖ് അഷ്റഫ് അലി താനവിയുടെ കിതാബിൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണോട് നേരിട്ട് കണ്ടിട്ടുണ്ട്. തസൗഫില് ബറേൽവികളുടെ മേലെ തന്നെ വരും ദൈവബന്ദികൾ. പക്ഷെ അതോടൊപ്പം പറയാതിരിക്കാൻ വയ്യ, അതോടൊപ്പം ഈ ബറേൽവി ദൈവബന്ദി ഉലമാവിൻ്റെ ചില കിതാബുകളിലൊക്കെ വഹാബികൾക്ക് സപ്പോർട്ടാണോ എന്ന് തോന്നുന്ന ചില സംഗതികൾ അതും കാണുന്നുണ്ട്. അപ്പം നമ്മൾ അങ്കലാപ്പിലാവുകയാണ് ഇത് കാണുമ്പോഴേ. ഇത് മാത്രം വെച്ചിട്ട് ഇവരെ വഹാബിയാക്കാൻ പറ്റും നമുക്ക്? ഓരവിടെ പഠിപ്പിക്കുന്നത് അശരീയത്തിന്റെ സിലബസാണ്. ഷറഹുല്ലക്ക ഞാൻ നാളെ പറഞ്ഞല്ലോ, നമ്മളെ പള്ളി ദർസ് പഠിപ്പിക്കുന്ന കിതാബ് തന്നെ. അപ്പോലെ വഹാബിയാക്കുക എന്നുള്ളത് ഒരിക്കലും, അല്ലെങ്കിൽ വഹാബി ചായ്വോ ബാധയോ അവർക്കുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻസാഫല്ല, വസ്തുതയുമല്ല. പിന്നെയും എന്തുകൊണ്ട് വഹാബി അനുകൂലമായിട്ട് ഉദാഹരിക്കുന്നത് അഷ്റഫ് അലി താനവിയെയാണ്. അഷ്റഫ് അലി താനവിയുടെ ആൾപൊക്കം മറ്റൊരു പണ്ഡിതനും, ബറേൽവികളിൽ നിന്നുള്ള ഒരു പണ്ഡിതനും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല.
അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗരിമക്ക് മുന്നിൽ എല്ലാ ബറേൽവി പണ്ഡിതന്മാരും, മഹാനായ അഹമ്മദ് റസാഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ തുലോം നിസ്സാരരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആരാണ് ഈ അഷ്റഫ് അലി താനവി? എന്താണ് അയാളുടെ യോഗ്യത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അഷ്റഫ് അലി താനവിയുടെ കുപ്രസിദ്ധി ആർജിച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്നും ലഭ്യമാണ്. അതിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഹിഫ്ദുൽ ഈമാൻ. ഹിഫ്ദുൽ ഈമാനിൽ അദ്ദേഹം പറയുന്നത് കാണാം. നോക്കൂ, फिर ये कि आप सल्लल्लाहु अलैहि वसल्लम की जाती मुकद्दसा पर इल्म गैब का हुक्म क्या जाना? अगर बिकुल ज़ैद सही हो तो दरियाफत तलब ये अम्र है कि गैब से मुराद बाज़ गैब है या कुल गैब. अगर बाज़ उलूम गैबिया मुराद है तो इसमें हुजूर सल्लल्लाहु अलैहि वसल्लम भी हुजूर सल्लल्लाहु अलैहि वसल्लम ही की क्या तखसीस है? ऐसा इल्म गैब तो ज़ैद व अम्र व बल्कि हर सभी अथवा बच्चे, मजनून बल्कि जमी हयावानात बहाइम के लिए भी हासिल है. मतलब അതിന്റെ അർത്ഥം ये कि सरकार सल्लल्लाहु अलैहि वसल्लम के इल्म गैब को पागल जानवरों और बच्चों से मलाया എന്നാണ്. അതായത് if the knowledge of the unseen refers to the partial knowledge, അഥവാ മുത്തുനബിയുടെ അറിവുമായി ബന്ധപ്പെട്ട അദൃശ്യജ്ഞാനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിൽ സെയ്ദ് പറയുന്നത് പോലെയാണ് മുത്തുനബിക്ക് ഇൽമുൽ ഗൈബ് അറിയാമെന്നാണെങ്കിൽ ഇവിടെ ചോദ്യം അവശേഷിക്കുന്നു. എന്താണ് മുത്തുനബിയുടെ ഇൽമുൽ ഗൈബ് എന്നുള്ളത്? ഭാഗികമായ വിജ്ഞാനത്തെക്കുറിച്ചാണോ? ഡസ് ഇറ്റ് റെഫേഴ്സ് ടു പാർഷ്യൽ നോളജ്? ദെൻ വാട്ട് സ്പെഷ്യാലിറ്റി ഈസ് ദെയർ ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പിന്നെ എന്ത് പ്രത്യേകതയാണ് നബിക്കുള്ളത്? കാരണം ഇവിടെ പറയുന്നുണ്ടല്ലോ, ഗൈബ് സേ മുറാദ് ബഅദ് ഗൈബ് ഹേ യാ കുല്ലു ഗൈബ്. ഗൈബിന്റെ അർത്ഥകൽപ്പന അത് ഭാഗികമായിട്ടുള്ള വിജ്ഞാനമാണോ അതല്ല സമഗ്രമായിട്ടുള്ള അറിവാണോ? അഗർ ബഅദ് ഉലൂം ഗൈബിയ മുറാദ് ഹേ തോ, പാർഷ്യലായിട്ടുള്ള നോളജ് ആണെങ്കിൽ അത്തരം വിജ്ഞാനം ഈസ് പൊസസ്ഡ് ബൈ സെയ്ദ് ആൻഡ് അംർ, എനി ടോം ഡിക്ക് ആൻഡ് ഹാരി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഏത് അണ്ടനും അടകോടനും അത്തരം വിജ്ഞാനം ഉണ്ടല്ലോ. മാത്രമല്ല സുബിയ്, ബച്ചെ, കുട്ടികൾ, മജ്നൂൻ, ഭ്രാന്തന്മാർ, ബൽക്കെ ജമീ ഹയവാനാത്ത് വ ബഹായിം കെ ലിയേ ഭീ ഹാസിൽ ഹേ. കണ്ടോ, കുട്ടികളും ബുദ്ധിഭ്രമം സംഭവിച്ചവരും സകല മൃഗങ്ങൾക്കുമടക്കം അത്തരം അറിവുണ്ട് എന്ന് ഇയാൾ പറയുന്നു. This type of knowledge of unseen given by Allah, the Prophet sallallahu alaihi wasallam, is also given to animals, lunatics and kids. കുട്ടികൾ അടക്കമുള്ള എല്ലാവർക്കും ഇത്തരം അറിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നബിക്ക് എന്ത് പ്രത്യേകം തഖ്സീസാണുള്ളത്, എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് അഷ്റഫ് അലി താനവി ചോദിക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ ഇടിച്ചു താഴ്ത്തുന്നു. മുത്തുനബിയുടെ വിശിഷ്ടമായിട്ടുള്ള വിജ്ഞാന സാകല്യത്തെ കുട്ടികൾ, സബിയ്, അതുപോലെ തന്നെ മജ്നൂൻ, ഭ്രാന്തന്മാർ, അതുപോലെ ഹയവാനാത്ത്, മൃഗസാകല്യത്തോട് അടക്കം ഇയാൾ തുലനപ്പെടുത്തുകയാണ്. നോക്കൂ, അജ്മഅൽ ഉലമാഉ, മഹാനായ ഖാദി ഇയാദ് തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. അജ്മഅൽ ഉലമാഉ, പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? ഏകോപനമുണ്ട്. അന്ന ശത്തിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ ആരെങ്കിലും ഇടിച്ചു താഴ്ത്തി സംസാരിച്ചാൽ, ശത്തുമ ചെയ്താൽ അവൻ കാഫറാകുന്നു എന്ന് മഹാനായ ഖാദി ഇയാദ് തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ തന്നെ അഷ്റഫ് അലി താനവി കാഫറാണ് അല്ലെങ്കിൽ മതഭ്രഷ്ടനാണ് എന്ന് ലോകത്തെ പണ്ഡിത ഗുരുക്കന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ നോക്കൂ, ആരാണ് അഷ്റഫ് അലി താനവി? അദ്ദേഹം നല്ലൊരു മുജാഹിദ് ആശയക്കാരനാണ്. എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇത് അഷ്റഫ് അലി താനവിയുടെ മൽഫൂലാത്ത് ഹക്കീമുൽ ഉമ്മ. ഈ തബ്ലീഗുകാര്, ദയൂബന്ദികള് ഈ അഷ്റഫ് അലി താനവിയെ ഹക്കീമുൽ ഉമ്മ എന്ന പേരിലാണ് വിളിക്കുന്നത്. വാസ്തവത്തിൽ തബ്ലീഗുകാരുടെ ഈ പരിശ്രമങ്ങൾ, അവരുടെ റവാങ്കി, ഇതൊക്കെ
ഈ ഹക്കീമുൽ ഉമ്മ എന്ന് പറയുന്ന അഷറഫ് അലി താനവിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അഷറഫ് അലി താനവി എന്ന് പറഞ്ഞാൽ അയാളുടെ ആശയങ്ങളാണല്ലോ ഇല്യാസിയെ സ്വാധീനിച്ചത്. ഇല്യാസി എന്ന് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാപകൻ. അയാളെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ് ഈ ഹക്കീമുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അഷറഫ് അലി താനവി. അയാളുടെ അൽ ഇഫാദത്തുൽ യൗമിയ എന്ന് പറയുന്ന പുസ്തകമാണ് അതിന്റെ 2ാം വാള്യം. കണ്ടോ, 2ാം വാള്യമാണ് എന്റെ കയ്യിലുള്ളത്. അതില് നമുക്ക് നോക്കിയാൽ കാണാം 249 പേജ്. കണ്ടോ, ഈ പേജിൽ നമുക്ക് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കുന്നു. കണ്ടോ, ഹമാരെ അക്കാബിർ ഓർ അഹ്ലെ ബിദ്അത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ അയാൾ പറയുന്നു, അഗർ മേരെ പാസ് 10,000 रुपया हो तो, अगर मेरे पास 10,000 रुपया हो, सबकी तनख्वाह कर दूं, फिर देख खुद ही सब वहाबी बन जाए. കണ്ടോ, എന്റെ കയ്യിൽ ഒരു 10,000 രൂപ കിട്ടിയാൽ, 10,000 രൂപ എന്ന് കിട്ടിയാൽ 1930കളിൽ അല്ലെങ്കിൽ 20കളിൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണല്ലോ ഇയാൾ ഇത് എഴുതുന്നത്. അന്ന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും മാഹാത്മ്യമേറിയ അത്രയും വലിയ തുകയാണ്. അന്ന് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മളത് ചെലവഴിക്കുമല്ലോ. ഇന്നിപ്പോൾ നമുക്ക് നല്ല ഒരു പണം, നമുക്ക് 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റുകളിൽ അത് നിക്ഷേപിക്കും. അയാൾ എവിടെയാണ് നിക്ഷേപിക്കുക? അയാൾ അത് ആളുകൾക്കൊക്കെ തൻഖ്വാ കർദു, ആളുകൾക്ക് അത് സാലറി ആയിട്ട് കൊടുക്കുമെന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ടോ അങ്ങനെ എല്ലാവരെയും സബ് വഹാബി ബഞ്ചായേ, എല്ലാവരെയും ഞാൻ മുജാഹിദാക്കി മാറ്റും, സലഫിയാക്കി മാറ്റും എന്ന് അയാൾ പറയുന്നു. കണ്ടോ, ഈ ഇഫാദത്തുൽ യൗമിയ ഏതാണ്ട് 12 വോള്യം ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ അയാൾ നിരവധി ഭാഗങ്ങളിൽ ഈ മുജാഹിദുകളുടെ വെള്ളപൂശുകയും മുജാഹിദ് ആശയമാണ് ശരി, ഞങ്ങൾ അതിന്റെ അഹലുകാരാണ് എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ, മറ്റൊരു ഭാഗത്ത് അയാൾ പറയുന്നത് കാണാം, നോക്കൂ, ഹംനെ ഖ്വാബ് മേ, ഞങ്ങൾ मौलवी अशरफ अली तानवी और मौलवी फजलुर रहमान की जबानी बयान करते हैं कि हमने ख्वाब में अथवा स्वप्नത്തിൽ हजरत बीबी फातिमा रज़ियल्लाहु अन्हा को देखा कि उन्होंने हमको अपने सीने से चमटाया मआदल्लाह. നോക്കൂ, ഞാനും അതുപോലെ തന്നെ ഈ ഫദലുർ റഹ്മാൻ എന്ന് പറയുന്നയാളും ഞങ്ങള് ആരെ കണ്ടു? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് മഹദി എന്തു ചെയ്തു? മഹദി അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് ഞങ്ങളെ ആലിംഗനം ചെയ്തു. മഅദല്ലാഹ്, നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇമ്മാതിരി പോക്കണം കേട് എഴുതി വെക്കാൻ ഏതായാലും ഒരു തബ്ലീഗുകാരന്, ഒരു ദയ്യൂബന്ദിക്ക് സാധിക്കൂ, ഒരു സംശയമില്ല. അയാളുടെ ഈ പുസ്തകത്തിൽ തന്നെ അയാൾ പറയുന്നതാണ്. നോക്കൂ, ഇനിയും നമുക്ക് കാണാം അയാളുടെ മറ്റൊരു പ്രസ്താവന ഇതേ പുസ്തകത്തിൽ ഉണ്ടോ. നോക്കൂ, മൗലാന ഫൈദുൽ ഹസൻ സാഹിബ് സഹാറൻപൂരി बड़े गरीफ दे किसने इनसे बिदअती और वहाबी के मायना पूछे तो अजीब तफसीर के फरमाया के बिदअती के मायना है बाअदब है ईमान और वहाबी के मायना है അദബ് ബാ ഈമാൻ. അടോ, വഹാബി എന്ന് പറഞ്ഞാൽ നല്ല ഈമാനുള്ള ആളുകളാണ്, അദബുള്ളവരാണ് എന്നയാൾ പറയും ഇതേ പുസ്തകത്തിൽ. ഇനി മറ്റൊരിത് കാണാം, എന്താണ് അയാൾ പറയുന്നത്? അയാൾ പറയുന്നു, एक साहिब बसीरत व तजुर्बे कहा करते थे कि इन दयूबंदियों वहाबियों को अपने कुव्वत मालूम नहीं. കണ്ടോ, ദയൂബന്ദി വഹാബികൾ, ദയൂബന്ദികൾ അയാൾ വഹാബി തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അവർക്ക് അവരുടെ കൂവത്ത് അറിയില്ല. നമ്മൾ സ്വയം പറയാറുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ആനക്ക് അതിന്റെ ശക്തി അറിയാത്തതുപോലെ അയാൾ പറയുകയാണ്. ഇഫാദത്തുൽ യൗമിയിൽ തന്നെ പറയുന്നു. ഇനി മറ്റൊരിടത്ത് അദ്ദേഹത്തിന് വേറൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്നത് കാണാം, അഷ്റഫ് സവാനി. ആണോ, അഷ്റഫ് സവാനിയിൽ അയാൾ പറയുന്നത് എന്താണ്? അഷ്റഫ് സവാനിയിൽ അയാൾ പറയുന്നത് കാണാം, ഭായി യഹാ വഹാബി രഹത്തെ ഹേ
യഹാം ഫാത്തിഹ നിയാസ് കെ ലിയെ കുച്ച് മത്ത് ലായ കറോ. സഹോദര, ഇവിടെയുള്ളത് വഹാബികളാണ്. അതുകൊണ്ട് ഈ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുന്ന പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ വരേണ്ടതില്ല. ഞങ്ങളൊക്കെ നല്ല ഒറിജിനൽ സലഫി ആശയക്കാരാണ്, പ്യൂരിറ്റൻ വാദികളാണ് എന്ന് അയാൾ പറയുകയാണ് അഷ്റഫ് സവാനയിൽ. ഇനി നോക്കൂ, മറ്റൊരിടത്ത് അയാൾ പറയുന്നത് കാണാം. ഇതേ പുസ്തകത്തിൽ നോക്കൂ, ദയൂബന്ദി ഖാലിസ് വഹാബി ജമാഅത്ത് ഹേ. കണ്ടോ, ദയൂബന്ദി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം മുഖ്ലിസായ മുജാഹിദാണ്. और उनका अपने आप को अहल सुन्नत कहते सरासर झूठ और अपने नस्ब को बदलने के मुतरादिफ है. हम ഖുസ്താഖ് ഹേ. ആണോ, വഹാബിയാണ് എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വി ടേക്ക് പ്രൈഡ് ഇൻ ബീയിങ് എ വഹാബി എന്ന് അദ്ദേഹത്തിന്റെ ഇഫാദത്തുൽ യൗമിയിൽ ആണോ ഇവിടെ പറയുകയാണ്. ഇനിയും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? അദ്ദേഹത്തിന്റെ അൽ ഇംദാദ് എന്ന് പറയുന്ന പുസ്തകം, അൽ ഇംദാദിൽ അദ്ദേഹം പറഞ്ഞു കാണാം, आज कल बिला लरूरत तक़वियത്തുൽ ഈമാൻ കെ അൽഫാദ് കാ ഇസ്തിഅമാൽ ഖുസ്താ ഹെ. ഇക്കാലത്ത് ഒരു സംശയം വേണ്ട, തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഇസ്മായിൽ ദഹ്ലവിയുടെ പുസ്തകം ശുദ്ധമായ മുജാഹിദ് ആശയമാണ് അതിലുള്ളത്. അതുമായി ശൊകലാകല് വളരെ പ്രൈഡായിട്ടുള്ള വളരെ അഭിമാനകരമായ ഒന്നാണ് എന്നയാൾ തന്റെ മുജാഹിദ് ആശയത്തോടുള്ള കൂറ് വെളിപ്പെടുത്തുകയാണ്. ഇനിയും ധാരാളം ഇയാളെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് ഇയാൾ പറഞ്ഞിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ബദലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്റഫ് അലി റസൂലില്ലാ എന്ന് പറഞ്ഞാലും അതിലൊരു തകരാറില്ല എന്നുപോലെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിയാണ് ഈ അഷ്റഫ് അലി താനവി. ഇയാളുടെ ഈ പുസ്തകം, ഈ ഇഫാദത്തുൽ യൗമിയയിൽ നിരവധി വിദണ്ഡവാദങ്ങൾ, പിന്നെ ഇയാളുടെ സെക്ഷൽ റിമാർക്സ് ഒത്തിരി ഉണ്ട്. സെക്ഷൽ റിമാർക്സ് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ അബ്ദുൽ നസീർ അസ്സരി എന്ന് പറയുന്ന പണ്ഡിതൻ, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ അത് വെച്ചിട്ട് ദൈവബന്ധികളൊക്കെ വലിയ നേതാക്കളും സൂഫിയാക്കളുമാണ് എന്ന പ്രലപനം ദയവ് ചെയ്ത് ആവർത്തിക്കാതിരിക്കുക. ദൈവബന്ധികളുടെ തനി കൊണം, തനി നിറം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന സകല സാധനങ്ങളും ഉരുപ്പടികളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് പുറത്തുവിടും. പുറത്തു വിട്ടു കഴിഞ്ഞാൽ വെറുതെ നാറാൻ നിൽക്കണ്ട. എൻ്റെ അബ്ദുൽ നസീർ അസ്ഹരി അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള മറ്റ് ചില ഭിക്ഷാന്തികൾ ഇപ്പോഴുണ്ടല്ലോ, കുറെ കള്ളത്തൊരീക്കത്തുകാർ. ദൈവബന്ധികളെ വെള്ളപൂശാൻ നടക്കുന്ന കുറെ കള്ളത്തൊരീക്കത്തുകാർ ഇപ്പോഴുണ്ട്. എന്താണ്? ജുനൈദി ത്വരീക്കത്തുകാർ. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ ഇപ്പോൾ. അപ്പൊ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ നേതാവിന്റെ അവസ്ഥ. നിങ്ങളുടെ നേതാവ് അഷ്റഫ് അലി താനവിയുടെ അവസ്ഥ ഇതാണ്. അയാൾ ഒരു മുസ്ലിം പോലും ആയിരുന്നില്ല എന്നാണ് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് വെറുതെ പറഞ്ഞതല്ല, അയാളുടെ ഈ വാമൊഴിയും വരമൊഴിയും ഒക്കെ ആണ് അത് വ്യക്തമായി പഠിപ്പിച്ചത്. അത് നമ്മുടെ കയ്യിലുണ്ട്. അത് എല്ലാവർക്കും ഇവിടെ പുസ്തകശാലകളിൽ പോയാൽ ലഭ്യവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദയൂബന്ദികളുടെ, തബ്ലീഗുകാരുടെ, ഈ ജുനൈദി ത്വരീഖത്തുകാരുടെ ഒന്നും കള്ളത്തരങ്ങളിലും ഇത്തരം ലൊട്ടിലൊടുക്ക് വേലകളിലും ആരും ചെന്ന് ചാടരുത്. ബിദ്അത്തുമായിട്ട് സമ്പർക്കം പുലർത്തിയാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഈ അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം ഈ പറയപ്പെടുന്നത് പോലെ ബിദ്അത്തുകാരുമായിട്ട് വളരെ ഉദാര സമീപനം പുലർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അപജയമാണിത്. അദ്ദേഹം അവരിൽപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബിദ്അത്താകുന്ന പേരോഗം ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് പറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ബിദ്അത്ത് നേതാക്കളെയൊക്കെ ഇപ്പോൾ വെള്ളപൂശേണ്ട ഗതികളിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, തബ്ലീഗുകാരെ, ദയൂബന്ദികളെ, അഷ്റഫ് അലി താനവി, ഖലീൽ അഹമ്മദ് അംബേട്ടവി, അതുപോലെ കാസിം നാനൂത്തവി, ഇല്യാസി അടക്കമുള്ള തബ്ലീഗിന്റെ അഖാബറുകളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അഗണ്യകോടിയിലേക്ക് തള്ളിക്കളയാൻ നമ്മൾ മുന്നോട്ട് വരിക. അത്തരക്കാരെ കരുതിയിരിക്കുക, ഈമാൻ സംരക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.